എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇസ്ലാമിലെ വിവാഹത്തെക്കുറിച്ചാണ്. ഇതൊരു സാധാരണ കോൺട്രാക്റ്റ് ആണോ, അതോ അതിലും വലുതായി എന്തെങ്കിലുമാണോ? ശരിക്കും പറഞ്ഞാൽ ഇസ്ലാം ഇതിനെ കാണുന്നത് വെറുമൊരു കരാറായിട്ടല്ല, മറിച്ചൊരു വിശുദ്ധമായ ബന്ധമായിട്ടാണ്. അപ്പോൾ എന്താണ് ഇതിനെ ഇത്രയധികം സ്പെഷ്യലാക്കുന്നത്? നമുക്കൊന്ന് വിശദമായി നോക്കാം. ശരി, അപ്പോൾ ഈ ആശയത്തിൻ്റെ എല്ലാം തുടക്കം എവിടെ നിന്നാണെന്ന് നോക്കാം, അല്ലേ? അതിന് നമ്മൾ നേരെ പോകുന്നത് ഖുർആനിലെ ഒരു വചനത്തിലേക്കാണ്. ഈ ഒരു വചനം വിവാഹത്തെക്കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. സമാധാനവും ശാന്തിയും കണ്ടെത്താനുള്ള ഒരു ദൈവിക അടയാളം, അതാണ് വിവാഹം എന്നാണ് ഈ വചനം നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈ ഖുർആൻ വചനം തന്നെയാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്. അതായത് വിവാഹം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തമാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് ശാന്തിയും സ്നേഹവും കാരുണ്യവുമൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒന്ന്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വിവാഹത്തിന്റെ അടിത്തറ വെറുമൊരു സോഷ്യൽ സെറ്റപ്പ് മാത്രമല്ല, നിയമപരമായ ഒരു കാര്യം മാത്രമല്ല, അതിനപ്പുറം വളരെ ആഴത്തിലുള്ളൊരു ആത്മീയ തലമുണ്ട് ഇതിന്. അതാണിതിനെ ഇത്രയും ശക്തമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആത്മീയമായ ആശയം എങ്ങനെയാണ് ജീവിതത്തിൽ പ്രാവർത്തികമാവുന്നത്? അതായത് എങ്ങനെയാണ് ഇതൊരു ശക്തമായ പ്രതിബദ്ധതയായി മാറുന്നത്? അതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. ഇസ്ലാമിൽ വിവാഹബന്ധത്തെ വിശേഷിപ്പിക്കാൻ വളരെ പവർഫുള്ളായ ഒരു വാക്കുണ്ട്, മിതാക്കൻ ഗുലീദ. കേൾക്കുമ്പോൾ തന്നെ ഒരു ഗൗരവമില്ലേ? അതിന്റെ അർത്ഥം ബലിഷ്ഠമായ ഒരു കരാർ അല്ലെങ്കിൽ ശക്തമായ ഒരു ഉടമ്പടി എന്നാണ്. ഇതൊരു സാധാരണ അഗ്രിമെന്റ് പോലെയല്ല, അതിനേക്കാൾ എത്രയോ മുകളിലാണ് ഇതിന്റെ സ്ഥാനം. ഇനി ഈ ഉടമ്പടി എത്രത്തോളം അടുത്തതും വ്യക്തിപരവുമാണെന്ന് ബോധപ്പെടുത്താൻ ഖുർആൻ ഉപയോഗിക്കുന്ന ഒരു ഉപമയുണ്ട്. അത് വളരെ മനോഹരമാണ്. അവർ നിങ്ങൾക്ക് വസ്ത്രമാകുന്നു, നിങ്ങൾ അവർക്കും വസ്ത്രമാകുന്നു. എന്തൊരു ഭംഗിയുള്ള സങ്കല്പമാണല്ലേ! ഒന്നാലോചിച്ചു നോക്കൂ, ഒരു വസ്ത്രം നമുക്ക് എന്തൊക്കെയാണ് തരുന്നത്? അത് നമ്മളെ സംരക്ഷിക്കുന്നു, നമുക്ക് ഭംഗി നൽകുന്നു, നമ്മളോട് ചേർന്ന് നിൽക്കുന്നു, അല്ലേ? അതുപോലെ ആയിരിക്കണം ഭാര്യയും ഭർത്താവും എന്നാണ് പറയുന്നത്. പരസ്പരം ഒരു കവചം പോലെ, ഒരു അലങ്കാരം പോലെ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ പോലെ. അപ്പോൾ വിവാഹം ഒരു സംരക്ഷണ കവചം പോലെ, ഒരു ശക്തമായ ഉടമ്പടിയൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. ഇനി അടുത്ത ചോദ്യം, ഈ പങ്കാളിത്തം എങ്ങനെയായിരിക്കണം? അതിന്റെ ബാലൻസ് എങ്ങനെയാണ്? അതാണ് നമ്മൾ അടുത്തതായി നോക്കുന്നത്. ഇവിടെ ഏറ്റവും അടിസ്ഥാനപരമായൊരു തത്വമുണ്ട്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ പുരുഷനും സ്ത്രീയും ആത്മീയമായി തുല്യരാണ്. ദൈവത്തിനു മുന്നിൽ രണ്ടുപേർക്കും ഒരേ സ്ഥാനമാണ്, ഒരേ മൂല്യമാണ്. അവിടെ ഒരു വേർതിരിവുമില്ല. അപ്പോൾ ഈ ആത്മീയ തുല്യത നിലനിർത്തിക്കൊണ്ട് തന്നെ കുടുംബമെന്ന നിലയിൽ മുന്നോട്ടു പോകുമ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായ ചില റോളുകളുണ്ട്. ഇവ പരസ്പരം പൂരകങ്ങളാണ്. അതായത് ഒരാൾ ചെയ്യുന്നതിന് മറ്റൊരാൾ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ആ കുടുംബത്തിലൊരു ബാലൻസ് ഉണ്ടാകുന്നത്. ഈ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. കുടുംബത്തിന്റെ സംരക്ഷണം, സാമ്പത്തിക കാര്യങ്ങൾ, കുട്ടികളെ നല്ല രീതിയിൽ വളർത്തുന്നത്, ഗർഭകാലത്തും പ്രസവശേഷവുമൊക്കെയുള്ള പരസ്പരമുള്ള കരുതൽ, വിട്ടുവീഴ്ചകൾ, വിശ്വാസം കാത്തുസൂക്ഷിക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രായമായ മാതാപിതാക്കളെ നോക്കുന്നതടക്കം. ഇതെല്ലാം ചേരുമ്പോഴാണ് ഒരു കുടുംബം ശരിക്കും ഒരു കുടുംബമാകുന്നത്. ശരി, ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? എന്തിനാണ് ഇസ്ലാം വിവാഹത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്? അതിൻ്റെ വലിയ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? നോക്കൂ, പ്രധാനമായും 4 ലക്ഷ്യങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. 1. ദൈവികമായ ലക്ഷ്യം. അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഉറവിടം ദൈവമാണെന്ന് തിരിച്ചറിയുക. 2. ഉത്തരവാദിത്വം. ഇത് വെറുമൊരു ഇഷ്ടം മാത്രമല്ല, കൃത്യമായ കടമകളുള്ള ഒരു കരാർ കൂടിയാണ്. 3. സുരക്ഷ. ബന്ധങ്ങൾക്ക് കൃത്യമായ ഒരു ചട്ടക്കൂട് നൽകുക. 4. മനുഷ്യരാശിയുടെ തുടർച്ച. ആരോഗ്യവും സ്ഥിരതയുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക. അപ്പോൾ ഇത് വ്യക്തിക്ക് മാത്രമല്ല, സമൂഹത്തിന് മൊത്തത്തിൽ ഗുണകരമായൊരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇസ്ലാമിൽ വിവാഹമെന്നത് ഒരു ദിവസത്തെ ചടങ്ങോ ആഘോഷമോ അല്ല. അതിനപ്പുറം കാരുണ്യവും ഉത്തരവാദിത്വവും ഒരുപോലെ ചേരുന്ന വളരെ ആഴത്തിലുള്ള ഒരു വിശുദ്ധ ബന്ധമായാണിതിനെ കാണുന്നത്. അവസാനമായി നമുക്ക് സ്വയം ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പങ്കാളിത്തത്തെ, അത് ദാമ്പത്യത്തിലായാലും മറ്റെവിടെയുമായാലും, ഇത്രയും വിശുദ്ധമായ ഒരു ഉത്തരവാദിത്വമായി നമ്മൾ കണ്ടാൽ അത് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തെ എത്രത്തോളം മനോഹരമാക്കും? അതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണല്ലേ?